രണ്ട് വിവാഹ യോഗം ജാതകത്തിൽ പറഞ്ഞാൽ അത് രണ്ടെണ്ണം നടക്കണം എന്നല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അതിൻ്റെ ഒരു യുക്തി മനസ്സിലാക്കണം. അതായത് ആദ്യം വരുന്ന വിവാഹം അത് മുടങ്ങിപ്പോകാനുള്ള സാധ്യത മാത്രമാണ് പറയുന്നത്. മുടങ്ങിപ്പോകുമെന്ന് പൂർണ്ണമായും പറയുന്നില്ല. അത് ശരിക്കും അത് സാധാരണ ഒരു വിവാഹം നമ്മൾ ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കാളും കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ മാത്രമാണ് രണ്ടാമതൊരു വിവാഹ യോഗം പറയുന്നത്. അപ്പം ചില ആൾക്കാർ ചോദിക്കുന്നതാണ്, ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഒരു വിവാഹം നടന്നു കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അതാണോ നിലനിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അല്ല. ഇത് ജാതകത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ജ്യോതിഷം വഴി നോക്കി പറയുന്നത് രണ്ട് വിവാഹ യോഗം പറഞ്ഞാൽ ആദ്യത്തെ വിവാഹം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നടത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത രണ്ടാമത് വീണ്ടും നമ്മൾ അപ്പോൾ ആദ്യം ഒന്ന് പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ശ്രദ്ധ എന്ന് പറയുന്ന അതായത് അത്രയേറെ കാര്യമായ അന്വേഷണങ്ങളും അവരുടെ മാനസികമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ നോക്കി സ്വഭാവങ്ങളൊക്കെ പരസ്പരം നമ്മൾ മനസ്സിലാക്കി നന്നായി മുന്നോട്ട് പോകുമെന്നുണ്ടെങ്കിൽ കുടുംബക്കാരെല്ലാവരും കൂടി അതിന് മുൻകൈ എടുത്താൽ ആദ്യ വിവാഹം തന്നെ പിരിയാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.